ഇപ്പൊ എന്നാ ഉണ്ടാക്കാനാ? നമുക്ക് വൈകുന്നേരത്തിന് സ്പെഷ്യലായിട്ട് നമുക്ക് മട്ടൻ റോയ്ച്ചൻ വാങ്ങിക്കണമെന്നല്ലേ, നല്ല കാല് മട്ടന്റെ. അപ്പൊ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. ഗ്രീൻ മട്ടൺ സൂപ്പ് ഉണ്ടാക്കാം. സൂപ്പിന് വേണ്ടിട്ട് എല്ലാവരും ക്ഷീണം ഒന്ന് മാറട്ടെ. കർക്കിടം കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ ഉണ്ടാക്കട്ടെ. പനീർ ക്ഷീണം എല്ലാം മാറും. പനീർ ക്ഷീണം മാറും. ഒരു സ്പെഷ്യൽ ഗ്രീൻ മട്ടൺ സൂപ്പാ. ഞാൻ ഇപ്പൊ ഉണ്ടാക്കിട്ട് വിളിക്കാം. ശരി. വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം അരിഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ. കുറച്ച് നെയ്യാണ് ഞാൻ എടുത്തേ. നിങ്ങൾക്ക് നെയ്യ് വേണ്ടവർക്ക് നെയ്യ് എടുക്കാം, എണ്ണ വേണ്ടവർക്ക് എണ്ണ എടുക്കാം കേട്ടോ, വെളിച്ചെണ്ണ. അപ്പൊ ഇതെല്ലാം സവോളയും പിന്നെ ക്യാബേജ്, ക്യാരറ്റ്, ഒരു 1/4 ഭാഗം തക്കാളി, കുറച്ച് മതി കേട്ടോ. കാരണം ഒരു 1/2 കിലോ മട്ടന്റെ കാലും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പതുക്കി സോട്ടാക്കി എടുക്കണേ. ഒത്തിരി ഒന്നും വേവണ്ട കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുക്കറിനകത്തേക്കാണ് എനിക്ക് ഇടേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ചെയ്തേച്ച് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് മതി. കാരണം ഞാൻ നല്ല പച്ചക്കാന്താരിയും പച്ച കുരുമുളകും കാന്താരിയും ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പ് കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചൊരു സോയാ സോസ്, ഒരു ലേശം മതി കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂൺ സോയാ സോസും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇന്നത്തെ മട്ടൺ സൂപ്പ് സാധാരണ രീതിയിലുള്ള മട്ടൺ സൂപ്പ് അല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ഗ്രീൻ മട്ടൺ സൂപ്പാണ് കേട്ടോ. മല്ലിയിലയും പച്ചക്കുരുമുളകും കുറച്ച് കാന്താരിയും കൂടെ അരച്ച് ഞാൻ എടുക്കുകയാണേ. അപ്പം അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നിങ്ങളിങ്ങനെ വെച്ചിട്ടില്ലല്ലോ, ഇതൊരു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം പതുക്കി ഒന്ന് സെറ്റായി വന്നതിന് ശേഷം തിരുമ്മി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പച്ചക്കുരുമുളകും ഒക്കെ ഇട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന മട്ടനും കൂടെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതെന്തായാലും നന്നായിട്ട് വെന്തിറങ്ങണം. അപ്പം നമുക്കിത് എന്തായാലും കുക്കർ വേണം. ഞാനിപ്പം കുക്കറിൻ്റെ അകത്ത് കാണിച്ചത് എനിക്കിത് കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തന്നെ കേട്ടോ. ഇനി ഇത് നമുക്ക് കുക്കറിൻ്റെ അകത്തേക്ക് മാറ്റാം. ഈ സൂപ്പ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളകും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഇതിനനുസരിച്ച് കുറച്ചൊരു നാരങ്ങയുടെ ഒരു 2 തുള്ളി നാരങ്ങയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ജാറിൻ്റെ അകത്ത് നമ്മൾ മല്ലിയിലയൊക്കെ അരച്ച ജാറുണ്ടല്ലോ, ആ ജാറിൻ്റെ അകത്ത് നികക്കെ വെള്ളം എടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം വേണം. കാരണം ഇത് വെന്ത് ഇറങ്ങണം ശരിക്കും. ഈ മട്ടൻ്റെ കാലും ഒക്കെയാണ്. അപ്പം അതൊന്ന് വെന്തിറങ്ങിയാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിതൊന്ന് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. 6 വിസിലടിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. മട്ടൻ സൂപ്പായി. ചൂടോടെ കഴിക്കാൻ പോരെ. ഇതിൻ്റെ അധികം ഒഴിക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ മട്ടൻ സൂപ്പ്, മട്ടൻ കാൽ സൂപ്പ് അല്ലേ. ഈ കർക്കിടം കഴിയുന്നതിന് മുമ്പ് അല്ലേ. അപ്പം നമുക്ക് അങ്ങ് കഴിച്ചാലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് കഴിക്കാം. ഞാൻ വിളിച്ച അമ്മേനെ വിളിക്കറോ ചോദിച്ചാ. ഉപ്പൊക്കെ ഇതിന്റെ എല്ലിൻ്റെ അകത്ത് നിന്നൊക്കെ നല്ലതാ കഴിക്കാൻ അല്ലേ. കഴിച്ചു നോക്കാം. സൂപ്പർ. താങ്ക് യു.